മധ്യപ്രദേശ് മന്ത്രിയുടെ ഒരു പരാമർശം നമ്മൾ കണ്ടാണ് വലിയ തോതിൽ വിവാദമായി വലിയ പ്രതിഷേധം അതിനെതിരെ ഉയർന്നു. ഇപ്പോൾ ആ മന്ത്രിക്ക് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും അതിരൂക്ഷ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന വ്യക്തികൾ ഇത്തരം പരാമർശം നടത്താമോ എന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. കേസ് റദ്ദാക്കണമെന്ന വിജയ് ഷായുടെ ആവശ്യം നാളെ പരിഗണിക്കാനും സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നു. ഇതാ നോക്കൂ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ ഓപ്പറേഷന് വേണ്ടി പഹൽഗാമിന് പകരം ചോദിക്കാനുള്ള ഓപ്പറേഷന് പേരിടുന്നത് പോലും ഇന്ത്യൻ സ്ത്രീ ശക്തിയുടെ പ്രഘോഷണം എന്ന നിലയ്ക്കാണ്. അതിന് നേതൃത്വം നൽകുന്ന രണ്ട് ഉദ്യോഗസ്ഥരെ എത്ര അഭിമാനത്തോടെ ആദരവോടുകൂടിയാണ് രാജ്യം കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയുള്ള സോഫിയ ഖുറേഷിക്ക് നേരെ പരാമർശം നടത്തുക എന്ന് പറയുന്നത് എത്രത്തോളം നിന്ദ്യമായ നിലപാടാണ്. അതിനെ സുപ്രീം കോടതി ഏതു ഭാഷയിൽ വിമർശിച്ചാലാണ് മതിയാവുക? അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഏത് ഇന്ത്യക്കാരനാണ് സാധിക്കുക? അതിശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമസ്കാരം. സോഫിയ ഖുറേഷി നമ്മുടെ ഓരോ ഇന്ത്യക്കാരുടെയും ആത്മാഭിമാനത്തിന്റെ പ്രതീകമായ ഒരു വ്യക്തിയാണ് കേണൽ സോഫിയ ഖുറേഷി. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ അഭിമാനമാണ്. അങ്ങനെയുള്ള സോഫിയ ഖുറേഷിയാണ് ഒരു മധ്യപ്രദേശിലുള്ള വിജയ് ഷാ എന്ന് പറഞ്ഞ BJP പാർട്ടിക്കാരൻ, രാഷ്ട്രീയക്കാരൻ, മന്ത്രി, MLA അങ്ങനെയൊക്കെ സ്ഥാനം വഹിച്ചിരിക്കുന്ന അയാള് വിമർശിച്ചിരിക്കുന്നത്. പാകിസ്ഥാനികളുടെ സഹോദരി എന്ന് പറഞ്ഞാണ് അവരെ അധിക്ഷേപിച്ചേക്കുന്നത്. നമ്മുടെ ഇന്ത്യക്കെതിരായിട്ടുണ്ടായിരുന്ന ആക്രമണം നടന്നപ്പോൾ നമ്മുടെ ഇന്ത്യൻ സേനയുടെ ഒപ്പം നിന്ന് നമ്മുടെ സ്ത്രീകളുടെയൊക്കെ അഭിമാനത്തിൻ്റെ പ്രതീകമായി മാറിയ വ്യക്തിയാണ് നമ്മുടെ സോഫിയ ഖുറേഷി. അങ്ങനെയുള്ള ആ സമയത്ത് നമ്മൾ ഓരോ ഇന്ത്യക്കാരും അവരുടെ ജാതിയോ മതമോ ഒന്നും നമ്മൾ നോക്കിയില്ല. സോഫിയ ഖുറേഷി ഒരു മുസ്ലിം സ്ത്രീയാണ്. പക്ഷെ നമ്മൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഓരോ ഇന്ത്യക്കാരുടെയും ഒപ്പം ചേർത്താണ് നമ്മൾ ആ കാര്യത്തിൽ ജാതി ഒന്നും നോക്കാതെ നമ്മുടെ അഭിമാനമായിട്ട് നമ്മുടെ രാജ്യത്തെ രക്ഷിച്ച ഒരു കേണലായിട്ട് നമ്മൾ അത്രയും അധികം ആത്മാഭിമാനത്തോടു കൂടി പറയുന്ന ഒരു വാക്കാണ് സോഫിയ ഖുറേഷി എന്നുള്ള വാക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വിവരമില്ലാത്ത ഈ രാഷ്ട്രീയക്കാരൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിമർശിച്ചിരിക്കുന്നത്. ഇപ്പം 10 തവണ ഞാൻ മാപ്പ് പറയാ എന്ന് പറയുന്നു. പക്ഷെ വായിൽ നിന്ന് വീണ ആ വാക്കിന് യാതൊരു മാപ്പും അർഹിക്കുന്നതല്ല. രാജ്യദ്രോഹം തന്നെയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ആ ഒരു കാര്യത്തിൽ ഒരിക്കലും അയാളോട് പൊരുത്തപ്പെടാൻ ആവുകയില്ല. ഇപ്പം 10 അല്ല 100 അല്ല 1000 തവണ മാപ്പ് പറഞ്ഞാലും അയാൾ പറയാൻ പാടില്ലാത്ത വാക്കാണ് അയാളുടെ വായിൽ നിന്ന് വീണിരിക്കുന്നത്. ഒരു തവണ വായിൽ നിന്ന് ഇങ്ങനെ വീണ വാക്ക് ഒരിക്കലും തിരിച്ചെടുക്കാനാവാത്ത വിധത്തിലുള്ള വാക്കായിപ്പോയി. നമ്മുടെ രാജ്യത്തിന് എതിരായിട്ടുള്ള ഒരു വാക്കാണ് അയാൾ ഈ സമയത്ത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സൈബർ ആക്രമണത്തിന് ഇരയായിട്ടുള്ള ഒരു വ്യക്തിയാണ് പഹൽഗാം ആക്രമണത്തിൽ മരണപ്പെട്ടു പോയ രാമചന്ദ്രന്റെ മകള് ആരതിയും. അതും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഈ സോഫിയ ഖുറേഷിയുടെ എന്ന ആളുടെ മതമൊന്നും നമ്മൾ മുസ്ലിം സ്ത്രീ ആണെന്നൊന്നും നമ്മൾ ആരും തന്നെ അങ്ങനെ ചിന്തിക്കാറില്ല. നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന നമ്മുടെ സ്ത്രീകളുടെയൊക്കെ പ്രതീകമായിട്ട് മാറിയ അവരുടെ കഴിവുകൊണ്ട് ഇന്ത്യൻ ആർമിക്ക് നേട്ടം കൈവരിച്ച അങ്ങനെയൊക്കെയാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയുള്ള അവസരത്തിലാണ് ഈ മധ്യപ്രദേശിലെ വിജയ് ഷാ എന്ന് പറയപ്പെടുന്ന മന്ത്രിയെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അയാൾ എന്തർത്ഥത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകാവുന്ന കാര്യമല്ല. ഒരു രാജ്യദ്രോഹം തന്നെയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നും നോക്കാതെ നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട, ഒരമ്മ പെറ്റ മക്കളെ പോലെ നിൽക്കേണ്ട ആ ഒരു അവസരത്തിലാണ് ഇങ്ങനെ ഇയാൾ ഈ ഒരു വാക്ക് പറഞ്ഞേക്കുന്നത്. ഇവർക്ക് ഈ രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെയുള്ളവർക്ക് നമ്മുടെ രാജ്യത്തോട് സേവിക്കാനോ ആ രാജ്യത്തിനോടുള്ള സ്നേഹമോ ജനങ്ങളുടെ സേവനമോ ഒന്നുമല്ല. അവർക്ക് അധികാരം, പണം അതൊക്കെയാണ് അവരുടെ പിന്നിലുള്ള ലക്ഷ്യം. ഇങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെ തന്നെ ഈ ഒരു സ്ഥാനത്ത് തന്നെ നിർത്താൻ അർഹനല്ല. അയാൾ നമ്മുടെ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി സേവിക്കേണ്ട മനുഷ്യന് രാജ്യത്തിനെ നിന്ദിക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള വാക്കുകൾ പരാമർശിക്കുമ്പോൾ ഇയാൾ ഒരിക്കലും ഈ ഒരു മന്ത്രിസ്ഥാനത്തിന് അർഹനല്ലെന്ന് തന്നെയാണ് നമ്മൾ ഓരോ ഇന്ത്യക്കാർക്കും പറയാനുള്ള വാക്കുകൾ. അല്ലാതെ ഇയാളെ വീണ്ടും ഇതിലേക്ക് കടിച്ചു തൂങ്ങി നിർത്തിക്കഴിഞ്ഞാൽ രാജ്യദ്രോഹം തന്നെയായിരിക്കും. ചിലപ്പോൾ നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ചാരനായിട്ട് ചിലപ്പോൾ മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു നമ്മുടെ ഈ രാജ്യത്തിന് ഇതുപോലെ ഒരു ആക്രമണം നേരിടേണ്ടി വന്നപ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ച് നമ്മൾ നിൽക്കേണ്ട സമയത്താണ് അയാൾ ഇങ്ങനെ ഒരു ആരോപണം പറയുന്നത്. എല്ലാ സ്ത്രീകൾക്കും
സോഫിയ ഖുറേഷി എന്നൊരു വാക്ക് കേൾക്കുമ്പം തന്നെ നമുക്ക് രോമാഞ്ചമാണ്. ഇപ്പം ഈ അവസരത്തിൽ അവരെക്കുറിച്ച് നമുക്ക് നേരത്തെ ഇതിനെക്കുറിച്ച് അവരെക്കുറിച്ച് അറിവോ അവരുടെ ഏത് പദവിയിൽ നിൽക്കുന്ന ആളാണെന്നോ ഒന്നും തന്നെ അറിയില്ല. അതിങ്ങനെ ഒരു നമ്മുടെ ഇന്ത്യയുടെ പാകിസ്ഥാനികളുടെ ഈ ഭീകരാക്രമണം വന്നപ്പോഴാണ് ഈ നമ്മുടെ ഇന്ത്യ അതിനെതിരെ പ്രതിരോധിച്ചപ്പോഴാണ് ഈ സോഫിയ ഖുറേഷി എന്ന ഈ കേണൽ ഇവരുടെ സ്ഥാനവും ഇവരുടെ കഴിവും എല്ലാം നമ്മളെ മനസ്സിലാക്കി തന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വാക്ക് കേൾക്കുമ്പം തന്നെ നമ്മുടെ ധീര വനിതയായിട്ട് തന്നെയാണ് നമ്മൾ ഒരു ഝാൻസി റാണിയെ പോലെ തന്നെയാണ് നമ്മൾ സോഫിയ ഖുറേഷിയെ കണക്കാക്കുന്നത്. ആ പേര് പറയുമ്പം തന്നെ നമുക്കൊരു അഭിമാനമാണ്. ഇന്ത്യക്കാരി എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ആ ഒരു അഭിമാനം നിമിഷമായിരുന്നു അവരുടെ ആ പ്രവൃത്തിയെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇന്ത്യക്കാരനായ ഈ മധ്യപ്രദേശുകാരനായ വിജയ് ഷാ എന്നറിയപ്പെടുന്ന ഈ രാഷ്ട്രീയ പ്രവർത്തകന്റെ ഈ ആരോപണം ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വെറുപ്പും അതുപോലെ തന്നെ എന്താണ് അയാളോട് ആ ഒരു സ്ഥാനത്തിന് അർഹനല്ല എന്ന് അയാളുടെ അധികാരത്തിൻ്റെയോ പണത്തിൻ്റെയോ ഒക്കെ വേണ്ടിയുള്ള ആർത്തിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സ്ഥാനം ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അല്ലാതെ രാജ്യസ്നേഹമായിട്ടോ ജനസേവനവുമായിട്ടോ ഒന്നുമല്ല ഈ രാഷ്ട്രീയക്കാരൻ്റെ പ്രവൃത്തി എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെയുള്ള ആളെ ഒരിക്കലും ഈ സ്ഥാനത്തിന് അർഹനല്ല. സുപ്രീം കോടതി വിമർശിച്ചിട്ടുണ്ട്. വാക്കുകൾ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ, വാക്കുകളിൽ മിതത്വം വേണം എന്നൊക്കെ വിമർശിച്ചിട്ടുണ്ട്. അയാൾ ഇപ്പം മാപ്പ് പറഞ്ഞിട്ട് എല്ലാവരും ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയപ്പോൾ അയാളിപ്പം മാപ്പും കൊണ്ട് വന്നിരിക്കുകയാണ്. പക്ഷേ അയാളുടെ വായിൽ നിന്ന് ആദ്യമേ വീണ വാക്ക് അത് ഒരു വലിയൊരു രാജ്യത്തിന് എതിരായിട്ടുള്ള ഒരു വാക്കായിട്ട് തന്നെയാണ് നമുക്കത് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അയാളെ ഇനി മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അത്ര മോശമായ രീതിയിൽ നമ്മുടെ രാജ്യത്തിനെതിരെ വിമർശിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഈ വിജയ് ഷാ എന്ന ആളെപ്പറ്റി നമുക്ക് തോന്നുന്നത്.